ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനും ജാനപ്പനും കൂടെ എവിടെ പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കണിച്ചുളങ്ങര വരെ പോകണമായിരുന്നു. അത്യാവശ്യമായിട്ട് പോകാനേ കഴിയല്ലേ ജാനപ്പന്? ജാനപ്പൻ കഴിയല്ലേ നടക്കാൻ? എന്ത് വന്നില്ലേ? മണ്ണാ? കൊച്ചു മണ്ണി നടക്കല്ലേ? ചുച്ചോ, കൊച്ചിന് മണ്ണ് അലർജി അല്ലേ? അതുകൊണ്ട് കൊച്ച് എളിയിലെ ആയിക്കോളല്ലേ? മണ്ണ് നമ്മള് റോട്ടിൽ കൂടെ നടക്കോളല്ലേ? ഞാൻ അവിടെ വരെ കൊണ്ടുചെല്ലണ വരെ എൻ്റെ അടുക്ക കഥയൊക്കെ പറഞ്ഞുകൊണ്ടാ പോയത് ഞങ്ങള്. പിന്നെന്താ, അമ്മയടുത്തൊന്നും ഞാനപ്പോൾ ആദ്യം ഓർത്തു അവളെ കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഞാൻ അമ്മ ഉള്ള വഴി കൂടെ വന്നതാണ്. അമ്മ ജോലിക്ക് പോയ സ്ഥലത്ത് കൂടെയാണ് ഞാൻ വന്നത്. അപ്പം എന്തായാലും ഞാൻ ഓർത്തു ഇവളെ കൊണ്ട് ഇവിടെ താഴത്ത് നിൽക്കുന്നില്ല. അപ്പം ഞാൻ ഓർത്തു ഇവിടെ അമ്മയെടുത്താക്കിയിട്ട് പോകാമെന്ന്. അല്ലാതെ കൊണ്ടുപോയാൽ ശരിയാകത്തില്ല. ഞാൻ ഇവിടുന്ന് അവിടം വരെ എടുക്കേണ്ടി വരും. കുറച്ച് ദൂരമുണ്ട്. തിരിച്ച് വരുമ്പോഴേ ഓട്ടേ വരാൻ പറ്റുള്ളൂ. അപ്പം ഇവളെ അമ്മയെടുത്താക്കട്ടെ. അങ്ങനെ ഞാനപ്പോൾ അമ്മയെടുത്താക്കിയിട്ട് ഞാൻ നേരെ പോകുന്നു. അപ്പോഴത്തേക്കും ടാറ്റയൊക്കെ പറഞ്ഞ് മിഠായിയൊക്കെ മേടിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. നല്ല നടന്നു കഴിച്ചു. ഒത്തിരി നല്ല വെയിലും ഉണ്ടായിരുന്നു. വീട്ടിലിരിക്കുകയാണെങ്കിൽ വെയിലും ഉണ്ടാക്കിയിട്ട് തുണി ഉണക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ നല്ല പോലെ പെട്ടുപോയി. പിന്നെന്താ, അവിടം വരെ നടന്ന് ക്ഷീണിച്ചാണ് ഞാൻ പോയത്. എന്തൊരു വെയിലാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഞാനെന്ത് വെയിലും കൂടെ നല്ല രീതിയിൽ നടന്നു വന്നപ്പോഴത്തേക്കും ട്രാക്കട. പിന്നെ നമുക്ക് നടന്ന് മാറാം, പക്ഷെ ഞാൻ കുറച്ച് നേരം അവിടെ പോസ്റ്റ് എനിക്ക് പേടിയായി. കുറച്ച് നേരം അവിടെ ട്രാക്കടയിൽ നിന്ന് എനിക്ക് പേടി ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ട്രെയിൻ പോയി കഴിഞ്ഞപ്പോഴേ ഇറങ്ങിപ്പോകുന്നതേ. അങ്ങോട്ട് നടക്കുകയോ, ഭയങ്കര വെയിൽ. ശരിക്കും നല്ല ചൂട് സഹിച്ച് ഞാൻ അവിടെ കഷ്ടപ്പെട്ട് ഞാൻ ചെല്ലുന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴല്ലേ ഓട്ടോ പോരാൻ പറ്റുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ധനലക്ഷ്മിയിൽ ഒന്ന് കയറിയിട്ട് നേരെ ഓട്ടോ വിളിച്ചാണ് പോകുന്നത്. അതൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. എന്നാ മിഠായി കൊണ്ടുവന്നേ? മിഠായി കൊണ്ടുവന്നല്ലേ നായിക്ക്? എന്നാ മിഠായി കൊണ്ടുവന്നേ? എന്തേ ചിന്ന കുഞ്ഞി? ഞാൻ അവളെ തിരിച്ച് വന്ന് ജാനപ്പനെ എടുത്തു. തിരിച്ചു വന്നപ്പോൾ ഞാൻ ഓട്ടോയിൽ പോന്നു. എന്നിട്ട് ഞാൻ ജാനപ്പനെ എടുത്തിട്ട് നടന്നു പോയി. അപ്പോഴത്തേക്ക് ഞാനൊരു വേറെ മിൽക്കൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത്. ചെറിയൊരു മഴ. രക്ഷയില്ലാത്ത മഴയായിരുന്നു. കൂടിയും കുറഞ്ഞുമായിട്ട് നിൽക്കായിരുന്നു. എനിക്കൊന്നും കയറി നിൽക്കാനും ഒരു രക്ഷയില്ലാതായി പോയി. നിൽക്കണം. എല്ലാ വീടൊക്കെ അടച്ചിരിക്കുന്ന സൈസ് വീടുകളാണ്. ഞാനൊന്നും എവിടെയും കയറി നിൽക്കണേ. ഇവിടെ കൊണ്ട് ഭയങ്കര പാടാണ്. നല്ല മഴയുണ്ട്. വെയിലും മഴയും. അങ്ങനെ കുറച്ച് ദൂരം നടന്നു വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ വീട് എത്താനാകാൻ ഇച്ചിരി നേരം കൂടെ ഉള്ളു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ നല്ല രീതിയിൽ കുറഞ്ഞു, വെയിലൊക്കെ വന്നു. പെട്ടെന്ന് ഒരു കാലാവസ്ഥ മാറ്റമാണ്. പിന്നെ ഞാൻ അവളെ നടത്തി നേരെ വീട്ടിലേക്ക് വന്നു. ഞാൻ കുറച്ച് സാധനം മേടിച്ചുകൊണ്ടാണ് പോകുന്നത്, സോയാബീനും കാര്യങ്ങളൊക്കെ. അപ്പം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് ഇച്ചിരി ചോറെടുത്ത് കൊടുത്തു. എനിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു. കാരണം ബിസ്ക്കറ്റ് മാത്രമേ കഴിച്ചിട്ട്, രാവിലെ കഞ്ഞി കുടിച്ചു, പക്ഷേ അത് കഴിഞ്ഞ് ബിസ്ക്കറ്റ് മാത്രമേ കുഞ്ഞ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാനെന്താ അവൾക്ക് ചോറ് കൊടുത്തു. കുറച്ച് അധികം നേരം അവിടെ പുറകെ കിടക്കണം. പിന്നെ അത് കഴിഞ്ഞ് വല്ലതൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. പയർ മെഴുക്കുവരട്ടി ഇരിപ്പുണ്ടായിരുന്നു. അമ്മ രാവിലെ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയതിൻ്റെ മിച്ചം കുറച്ചിട്ടായിരുന്നു. അപ്പം അത് ഇച്ചിരി കൂട്ടി അവൾക്കും കൊടുത്തു. മിച്ചം ബാക്കി ഞാൻ തന്നെ തിന്നേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഓർത്തു അവളെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ച് കിടത്തിയാൽ എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. പുള്ളിക്കാരത്തേക്ക് മീനൊന്നും വേണം നിർബന്ധമില്ല. അങ്ങനെ ഞാൻ മീൻ വറുത്ത കൂട്ടി അങ്ങനെ കൊടുക്കാറില്ല. മെഴുക്കുവരട്ടി അങ്ങനെ എന്തെങ്കിലും കൂടുതലും കൊടുക്കണത്. അപ്പോൾ പുള്ളിയിൽ ഞാൻ കുറച്ച് നേരം പിടിച്ച് കിടത്തി, പേടിപ്പിച്ചൊക്കെയാണ് കിടത്തിയത്. പക്ഷേ പുള്ളി അങ്ങോട്ട് കിടന്നില്ല. കുറേ നേരം ഞാൻ പറഞ്ഞു ഉറങ്ങാനും ഒക്കെ പിടിച്ചു കിടക്കും. കാരണം വെച്ചാൽ ഒരു 12:30 ആ ടൈമായി ഞാൻ വന്ന് എല്ലാം ഇതായിട്ട് ഇരുന്നപ്പോഴത്തേക്കും. പക്ഷെ പുള്ളി കിടന്നില്ല. ഞാൻ പഠിച്ച് പനത്ത് നോക്കിയിട്ട് പുള്ളി എൻ്റെ കൂടെ, ഞാൻ എണീറ്റ് വന്നതിന് മുമ്പേ പുള്ളി എണീറ്റ് ഓടാൻ തുടങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ അവിടെ ഇരിക്കട്ടെ. കാരണം വെച്ചാൽ അവളെ എന്നെ ഒന്നും സമ്മതിക്കത്തില്ല. ഇങ്ങനെ പുറകെ നടന്ന് ഇങ്ങനെ എപ്പോഴും പുറകെ നടക്കും. നമ്മളെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ലാത്ത രീതിയിൽ പുറകെ നടക്കും. പിന്നെ ഞാനെന്താ എങ്ങനെ കുറേ നേരം നോക്കിയിട്ട് അവളെ എന്നെ ഉറക്കിയും. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവളെ അവിടെ കുറച്ച് നേരം കൊണ്ട് TV വെച്ചിരുത്തിയിട്ട് ഞാൻ പോയി നേരെ സോയാബീൻ ഉണ്ടാക്കിയത്. ഉണ്ടാക്കണമെന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ നല്ല വിശപ്പുണ്ടായിരുന്നു എനിക്ക്. ഞാൻ രാവിലെ പോയൊക്കെ നടന്നു പോയപ്പോൾ ദഹിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നേരെ വന്ന്
അച്ഛനെ ചോദിച്ചേ. ഞാൻ വന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം കറി എനിക്ക് ഇഷ്ടമല്ലാത്തൊക്കെ ആയിരുന്നുകൊണ്ട് ഞാൻ നേരെ വന്ന് സോയാബീൻ മേടിച്ചിട്ട് വന്ന് നേരെ തന്നെ കറി വെച്ച് ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കിയുള്ളൂ. പിന്നെ ചേട്ടായി എൻ്റെ ഇടയിൽ വന്ന് കഴിച്ച് വെച്ചൊക്കെ പോയി. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ കഴിച്ച് വെച്ച് പോയൊക്കെ നടന്നപ്പോൾ ദഹിച്ച്. അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ, കഴിച്ചിട്ട് കേട്ടോ. കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ അവിടെ പിടിച്ച് കിടത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉറങ്ങി. പിന്നെ ഞാനോർത്തു അവിടെ കിടത്തിയിട്ട് വന്ന് അമ്മയുടെ ഒരു ജോഡി ഡ്രസ്സ് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിടാന്ന് ചോദിച്ചു. എന്തായാലും പുള്ളി ഇങ്ങനെയാണ് ഞാൻ എന്നും കിടത്തി ഉറക്കണം. എന്തിനെ കിടത്തി ജസ്റ്റ് ഒന്നിങ്ങനെ ആട്ടി കഴിയുമ്പോഴത്തേക്കും പുള്ളി കിടന്ന് നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങിക്കോളും. പിന്നെ ഒരു 5 മണിക്കുള്ളിൽ പുള്ളി എണീക്കും. ആ ഒരു ടൈമാണ് എപ്പോഴും. അപ്പം ഞാനെന്താ അവളെ ഉറക്കി നേരെ കിടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഓർത്തു ബാക്കി പിന്നെ എടുക്കാം എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് കഴിയില്ലായിരുന്നു ബാക്കി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അമ്മയുടെ ഒരു നൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകണമായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടു. ബാക്കിയെല്ലാം കഴുകിയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഞാൻ കഴുകിയിട്ടു. പിന്നെ അതാ അവന് ഫുഡ് കൊടുത്തു. അപ്പം കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ അതേ വന്ന് കുറച്ച് നേരം കിടന്നു. നല്ല ക്ഷീണമുണ്ട്, കാരണം വെച്ചാൽ വെയിലത്തൊക്കെ കടന്നു പോയതല്ലേ. അപ്പം പിന്നെന്താ ഞാൻ ഓർത്തു ഇവിടെ കൊണ്ട് നിർത്താം. അപ്പം ഫുള്ളെടുക്കാം. ഡേ ഇൻ മൈ ലൈഫാണ് ഉദ്ദേശിച്ചത്. ഫുൾ വീഡിയോ വേണ്ട എന്ന് വിചാരിച്ചു, വൈകുന്നേരം വരെയുള്ള. അപ്പം അതൊരു വേറെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. ചിലപ്പോൾ ഷോർട്സ് ആയിരിക്കും. അപ്പം എന്തായാലും ഇപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ചാനൽ കയറി ചെക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.